ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർദേ മക്കളെ. ഹല്ലേലൂയ. സോ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. ബിന്ദു സിസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അലീസ് ആൻറ്റി, ഇനി ഞാൻ ആരുടെയും പേര് മിസ്റ്റേക്കിൽ പറയാതെ പോയ സിസ്റ്റർ എന്നെ ഓർത്തില്ല, അതുകൊണ്ട് ഞാൻ പേര് എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ പറയുന്നില്ല. ഞാൻ ഇന്ന് ജസ്റ്റ് ഫോർവേഡ് ചെയ്തതേ ഉള്ളൂ. ജോയിൻ ചെയ്യുന്ന പറയുന്ന പരിപാടി ഇനിയില്ലെന്ന് വിചാരിച്ചു. കാരണം ക്രിസ്ത്യൻ ജീവിതം നമ്മൾ കർത്താവ് പരിശുദ്ധാത്മാവ് ലിറ്ററലി ഓരോ ഹൃദയങ്ങളോട് ഇടപെടാതെ ചുമ്മാ നമ്മൾ കൊണ്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ ഗ്രോത്ത്. അതിന് പറയുന്നതാണ് ഹല്ലേലൂയ. ഞാൻ പിന്നെ അർഹിക്കാത്തത് ലഭിച്ചത് കർത്താവ് തന്നു, എനിക്ക് പിന്നെ സിസ്റ്റർ കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എപ്പോഴും അങ്ങ് വിളിച്ചാൽ മതി, സിസ്റ്റർ അങ്ങ് പ്രാർത്ഥിക്കും, പിന്നെ കുഴപ്പമില്ല, സിസ്റ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ജീവിച്ചു പോകാമെന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെയല്ല. ആമേൻ. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ആമേൻ. സോ എൻ്റെ ടെസ്റ്റിമണി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാം. റാണി ആന്റണി രാജ് ഓർ എൽസ് ജീസസ് ഈസ് ഗോഡ് ചാനലാണ് നമ്മളുടേത്. അങ്ങനെ ബിന്ദു സിസ്റ്ററിനെയും പരിചയപ്പെടാൻ പറ്റിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ കർത്താവ് എല്ലാ ഇടങ്ങളിലും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സോ നമുക്ക് സമയം കളയാതെ നമുക്ക് മെസ്സേജിലേക്ക് കിടക്കാം. ഇന്ന് വളരെ ആർദ്രവമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദൈവം എന്താണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. സോ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, മുമ്പേ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്കൊരു പ്ലെയിൻ വാങ്ങിച്ചാൽ കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കരമായൊരു ഡോക്ടർ എപ്പോൾ വിളിച്ചാലും ലോകത്തിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തുന്നൊരു ഡോക്ടർ ആകണം എന്നൊക്കെയായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ. വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നമ്മുടെ പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞപ്പോഴാണ് ആ സത്യം എന്നെ സ്വതന്ത്രരാക്കാൻ സാധിച്ചത്. ആ സത്യത്തിലൂടെ അനേക സഹോദരിമാരെ കൊണ്ടുവന്ന് അവരെ സ്വതന്ത്രരാക്കുക എന്ന മിനിസ്ട്രിയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. സോ വിശ്വാസ ജീവിതം ഇറ്റ്സ് നോട്ട് സോഫ്റ്റ് ജീവിതമോ ഭയങ്കര ലോകത്തിലെ ഭയങ്കര സന്തോഷങ്ങൾ തരുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ആമേൻ. അതിനെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എല്ലാവരെയും, പാസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ്, ദൈവവേല ചെയ്യുന്നവർ, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് 1 മണിക്കൂർ വി ആർ ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്. ദൈവം വ്യക്തിപരമായി ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സോ ആദ്യമായിട്ട് നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്, ആർ യു ക്രിസ്ത്യൻ? എവ്രിബഡി, എല്ലാവരോടും ചോദിക്കണം, ആർ യു ക്രിസ്ത്യൻ? നമ്മളൊരു ചോദ്യം നമ്മളോട് ചോദിക്കണം, ഉറക്കത്തിൽ ചോദിക്കണം, അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, ആർ യു എ ക്രിസ്ത്യൻ? ഓരോരുത്തരും ചോദിക്കണം, ആർ യു എ ക്രിസ്ത്യൻ? ഹല്ലേലൂയ. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബോൺ അഗെയിൻ റിയൽ മീനിങ്? എന്താണ് റിയലായിട്ട് ബോൺ അഗെയിൻ? ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ആ പ്രഷറിലോട്ട് ഞാൻ വരുന്നില്ല. ബിക്കോസ് എൻ്റെ പ്രഷർ വന്നാൽ ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. ഐ ഹാവ് ടു ബ്രിങ് ഓൾ മൈ ഹെവൻലി, എൻ്റെ കർത്താവിൻ്റെ വേദന ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യും ഇവിടെ. പക്ഷേ ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ കൺട്രോൾ മീ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ആർ യു എ റിയൽ ക്രിസ്ത്യൻ? ഓരോരുത്തരോട് ചോദിക്കുകയാണ്, ക്രിസ്ത്യാനിറ്റി എന്നാൽ എന്താണ്? ആമേൻ. സോ നമുക്കൊരു വാക്യം വായിക്കാം. അതിന് റിലേറ്റഡ് ആയിട്ട് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കാം. 2 Corinthians chapter 3 verse 18 വായിക്കാം. അത് ഞാൻ തന്നെ വായിക്കാം. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. സെയിം അതിൻ്റെ ഒരു വാക്യം മുമ്പിലോട്ട് വായിക്കുമ്പോൾ 17-ാമത്തെ വാക്യം 2 Corinthians chapter 3 verse 17, 2 Corinthians 3:17, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ടെന്നാണ്? സ്വാതന്ത്ര്യമുണ്ടെന്ന്. ഹല്ലേലൂയ. എന്തിൻ്റെ സ്വാതന്ത്ര്യമാണ്? ജാതികളോട് ചോദിച്ചാൽ അവർ പറയും, ഇങ്ങനൊരു വേർഡ് അവരുടെ മുമ്പിലോട്ട് പറയാണ്, കർത്താവ് ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഉടനെ അവർ പറയും, അപ്പോൾ പിന്നെ എല്ലാ പാപവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുമെന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ വാട്ട് ഈസ് ദ റിയൽ മീനിങ്? ക്രിസ്തുവിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലിരുന്ന് വ്യക്തിപരമായി സംസാരിക്കുന്ന 24 മണിക്കൂർ നമ്മളോട് സംസാരിക്കേണ്ടതാണ്. ഗോഡ് സെറ്റ് യു ഫ്രീ ഫ്രം ദ പ്രിസൺ സോ ദാറ്റ് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മളെ പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കി ഇനി നമ്മൾ ആ അടിമ നുഖത്തിലേക്ക് പെട്ടുപോകാതെ
ഗോഡ് സെറ്റ് യു ഫ്രീ ഫ്രം ദ പ്രിസൺ. നമ്മളെല്ലാവരും പ്രിസണിലായിരുന്നു. ഞാൻ എൻ്റെ ടെസ്റ്റ് മണി നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം. സം ടൈം എന്നോട് ഭയങ്കര ദേഷ്യമുള്ള ദൈവവേല ചെയ്യുന്നവർ എപ്പോഴേലും കാണുമ്പോൾ മറ്റുള്ളവരെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അയ്യോ എന്തൊരു ജീവിതമായിരുന്നു, അവിടുന്ന് പിടിച്ച് കർത്താവ് കൊണ്ടിരുത്തി, ഇപ്പം ഫയറാണേ എന്ന് പറയും. ഹല്ലേലൂയ. അത് സ്നേഹം കൊണ്ട് പറയുന്നതല്ലാന്ന് റാണി സിസ്റ്ററിന് അറിയാം. പക്ഷെ ഞാൻ അപ്പോൾ കർത്താവിനോട് ചോദിച്ചു, ഇതാണോ ടെസ്റ്റ് മണി കർത്താവേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ദേ ഡോണ്ട് നോ റിയൽ ക്രൈസ്റ്റ്. വാട്ട് ഈസ് റിയാലിറ്റി ഓഫ് ക്രൈസ്റ്റ്? ക്രൈസ്റ്റിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. സങ്കീർത്തനം 51 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവായവരെല്ലാം പാപത്തിലാണ് ഉരുവായത്. ആമേൻ. നമ്മൾ ജനിക്കുമ്പോൾ പാപത്തിലാണ് ജനിക്കുന്നത്. സോ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും, അയ്യോ ഇവളൊരു ചെറിയ പാപം ചെയ്തു, ഇവൾ പാപിയാണെന്ന്? എവ്രി വൺ ബോൺ ഇൻ ദ വേൾഡ് ആർ സിനേഴ്സ്. എല്ലാവരും പാപികളാണ്. അപ്പോൾ ആരുമില്ല പാപം. ഏറ്റവും വലിയ പാപം എന്താണ്? ആമേൻ. നമ്മൾ ലോകത്തിലിരിക്കുകയാണ്. ആ ലോകത്തിലിരിക്കുന്ന നമ്മളെ പിടിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിൽ നമുക്കൊരു വളർച്ചയുണ്ട്. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു 24 മണിക്കൂർ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകുമ്പോൾ സെയിം വേഴ്സ് 3:18 കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. ഞാൻ നിങ്ങളോട് ചോദിച്ചു, ആർ യു എ റിയൽ ക്രിസ്ത്യൻ? ആർ യു എ റിയൽ ക്രിസ്ത്യൻ? സോ നമ്മൾ 2 കാറ്റഗറിയിലേക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. ഒരു കാറ്റഗറി ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടും പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താ പറയുക വെൽത്തിനും ഹെൽത്തിനും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പോകുന്ന ചുരുക്കം ചിലരുണ്ട്. അവരാണ് വാതിലൂടെ കിടക്കുന്നവർ. അവരെയാണ് പറയുന്നത് എന്താണ്? ഇടുക്ക് വാതിലൂടെ കിടക്കുന്നവർ. വാതിലുകൾ ഒത്തിരിയുണ്ട്, അതിലേക്കൂടെയൊക്കെ ഒത്തിരി പേര് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സൂം മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, ഒത്തിരി പ്രെയർ നടക്കുന്നുണ്ട്, ഒത്തിരി ഫേസ്ബുക്കിൽ എവിടെ നോക്കിയാലും നമുക്ക് വാതിലുകളെ കാണാൻ പറ്റും. പക്ഷേ വൺ വാതിലുണ്ട്, അതാണ് ഇടുക്ക് വാതിൽ എന്ന് പറയുന്നത്. ആ ഇടുക്കുവാതിലിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? ക്രിസ്ത്യാനിറ്റി ഇറ്റ്സ് നോട്ട് എ പ്രോസ്പെരിറ്റി, ഇറ്റ്സ് നോട്ട് എ വെൽത്ത് ഹെൽത്ത്. ഇതിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നതല്ല ക്രിസ്ത്യാനിറ്റി. ദ ക്രിസ്ത്യാനിറ്റി മീൻസ് മേക്കിംഗ് അവനെ നമ്മളെ സ്ലോലി ബോൺ അഗെയിൻ ആയതിനു ശേഷം അവൻ്റെ ഇമേജിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. സോ അതാണ് ഇവിടെ പറഞ്ഞത്, കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. എൻ്റെ ഒരു ഫോട്ടോ ഇപ്പം സിസ്റ്റർ എടുത്താൽ ബിന്ദു സിസ്റ്ററിനോട് പറയണ ടേക്ക് മൈ പിക്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ അതേപോലത്തെ പിക്ചറായിരിക്കും സിസ്റ്ററിന് കയ്യിൽ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ എടുക്കുമ്പോൾ ഉടനെ ഇവിടെ ഇരിക്കുന്ന ആരുടെയാണ്? പരിചയമില്ലാത്ത ഉണ്ണി ബ്രദറിൻ്റെ ഫോട്ടോയാണ് വന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? സിസ്റ്റർ പറയോ ഇത് റാണി സിസ്റ്ററിൻ്റെ ഫോട്ടോ അല്ല, ഇത് ഉണ്ണി ബ്രദറിൻ്റെ ഫോട്ടോയാണെന്ന് പറയും, അല്ലേ? അപ്പോൾ നമുക്കറിയാമേ അത്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വചനം പറയാണ്, മൂടുപടം മുഖത്ത് നീങ്ങിയെങ്കിൽ നമ്മൾ വി വെർ ദ സിനേഴ്സ്, നമ്മൾ പഴയ മനുഷ്യനെ മാറ്റിയെങ്കിൽ, നമ്മൾ പുതിയ മനുഷ്യനായെങ്കിൽ, നമ്മുടെ കണ്ണാടി പോലെ എല്ലാവരും ഓരോ വേർഡിൽ ഞാൻ ബ്ലാക്ക് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ണാടി എന്നുള്ളത് റൗണ്ട് ചെയ്യണം, എല്ലാവരും എന്നുള്ളത് കണ്ണാടിയിൽ അത് വരയ്ക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്നത് പ്രവാചകന്മാരും പ്രവാചകികളും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ചിലർക്കും ഉള്ളതാണെന്നാണ്. ഇത് അങ്ങനെയുള്ള പാക്കേജ് അല്ല. നീ ബോൺ അഗെയിൻ ആണെങ്കിൽ, ഇഫ് യു ആർ എ റിയൽ ക്രിസ്ത്യൻ, എല്ലാവർക്കുമുള്ള ഒരേ ഒരു കാറ്റഗറിയാണ് ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. സോ വി ആർ റിന്യൂവിങ് ഡേ ബൈ ഡേ. ഇറ്റ് ഈസ് എ പ്രോസസ്. നമുക്ക് അടുത്ത നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു വചനത്തിലേക്ക് കിടക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ജോൺ ചാപ്റ്റർ 15:2 നമ്മൾ വായിക്കുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നമ്മളിത് പലപ്പോഴും വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഈസി ആയിട്ട് വായിക്കും. യോഹന്നാൻ 15:2 വാക്യം, കർത്താവിൽ കായ്ക്കാത്തതിനെയൊക്കെ നമ്മളിങ്ങനെ വെട്ടും. സിസ്റ്ററെ നമ്മളെ വെട്ടും കേട്ടോ, നമ്മളെ ചെത്തും. നമ്മളിങ്ങനെ കൗൺസിലിംഗ് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളവരോട് പ്രാർത്ഥിക്കാൻ വിളിക്കുക, സിസ്റ്ററെ അത് ചെത്തുന്ന സമയമാണ്, അത് വിഷമിക്കാതെ. പക്ഷെ നീ ആ റിയാലിറ്റിയിലെ ഡെപ്ത് പറഞ്ഞു കൊടുക്കാതെ ഹൗ ദേ വിൽ അവർ ആ സത്യം എങ്ങനെ അറിയും? നിങ്ങളിങ്ങനെ വചനം പറഞ്ഞതുകൊണ്ടായില്ല, അവർക്ക് ആത്മാവില്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ അവർ ബലഹീനരായിരിക്കാം. നമ്മൾ ആ റിയാലിറ്റി അവരോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് ചെത്തുക എന്ന് പറഞ്ഞാൽ, ഒരു ചെത്തേണ്ട ആവശ്യം എന്താണ് കർത്താവിന്? ചെത്തേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആമേൻ. നമ്മൾ ചെത്തുമ്പോൾ
നമുക്ക് പിന്നെ 4 വോളും അടഞ്ഞിരിക്കുകയാണെങ്കിൽ റാണി സിസ്റ്ററിൻ്റെ ജീവിതമാണ് 14 വർഷമുള്ള 4 ഡോസ് വോൾസ് ആർ ക്ലോസ്ഡ് ഫോർ മീ. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പിന്നെ നോക്കുന്നത്? ഇവിടെ ഒന്നും എനിക്കൊന്നും കാണാൻ പറ്റില്ല, മേൽഭാഗത്തൊന്നുമില്ല, മേലോട്ട് എനിക്ക് നോക്കാൻ പറ്റും, ഉയരത്തിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥന, വചനധ്യാനം ആ ഒരു ലെവലിലേക്ക് പോകും. അടുത്ത കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആ വചനത്തെ അനുസരിക്കാനായി, ഹിസ് കമാൻഡ്മെൻ്റ് അവിടെ കിടക്കുകയാണ്, അവൻ്റെ വചനത്തെ അനുസരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടാക്കിയ കർത്താവ്. ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കും നമ്മളുടെ ചെത്ത് സമയത്ത്, ദെൻ നമ്മൾ അവൻ്റെ കമാൻഡ്മെൻറ്റ് വചനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഡെപ്ത് വരുന്നത്. നിങ്ങൾ പറയത്തില്ല, അയ്യോ അവർക്ക് സമാധാനം കൊടുക്കണേ, അവർക്ക് ഈ സന്തോഷം കൊടുക്കണേന്ന്. ആ ജോയ് അടുത്തതായിട്ടാണ് വരുന്നത്. ആമേൻ. സോ കമാൻഡ്മെൻറ്റിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്തുള്ള ആ ജോയ്, അതിൻ്റെ അകത്തുള്ള പീസ് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുവാൻ തുടങ്ങും. ഈ ജോയും പീസും സന്തോഷവും സമാധാനവും ഒരു ദൈവ പൈതലിൻ്റെ അകത്തേക്ക് വന്നു കഴിയുമ്പം അവരിൽ നിന്ന് ഒരു റിഫ്ലക്ഷൻ പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾക്ക് ഇനി ഇഷ്ടംപോലെ വചനങ്ങൾ ഇതിനെ കോട്ട് ചെയ്യാൻ, ഞാൻ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിക്ക് ഉപ്പാകുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ വചനം കിട്ടും. നമ്മളിൽ നിന്ന് വരും ലവ് വൺ അനദർ. നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും. ആമേൻ. നിന്നെ പോലെ തന്നെ നിൻ്റെ സ്നേഹിതനെ സ്നേഹിക്കാൻ പറ്റും, നല്ല അയൽക്കാരനാകാൻ പറ്റും. ആമേൻ. സോ അടുത്ത നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ആമേൻ യഹൂദിയയിലും ശമരിയയിലും യെരൂശലേമിലും ലോകം മുഴുവനും എൻ്റെ സാക്ഷിയാകും. നമ്മളെന്തോ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അവർ പേഴ്സണലി ഒരാളുടെ അടുത്ത് പോയിട്ട് സിസ്റ്ററെ നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ പറയും, മോളെ എൻ്റെ കുഞ്ഞുങ്ങളെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും ലോകത്തിന് മുഴുവനും സാക്ഷിയാക്കണേ കർത്താവേന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പ്രാർത്ഥിക്കും. കർത്താവ് പറയും, റിയലി റാണിക്ക് അറിയാമോ എന്തുവായി കർത്താവിൻ്റെ സാക്ഷിയാക്കുക എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ? ബിക്കോസ് ചെത്തൽ വരും. ആ ചെത്തൽ വരുമ്പം അമ്മ നമ്മൾ തുടങ്ങും. അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നടന്നൊരു സംഭവമാണ്. ഓക്കെ. ആ കുടുംബത്തിനെ ഗോഡ് സെറ്റ് ഫ്രീ. ഒരു മോള് കല്യാണം കഴിച്ചു വിട്ടു. കല്യാണം കഴിച്ചു വിട്ടപ്പോഴേ അവളുടെ ഫസ്റ്റ് വീട്ടിലോട്ട് ചെന്നപ്പോൾ തന്നെ അമ്മായിയമ്മ അങ്ങ് സിക്കായിപ്പോയി. അമ്മായിയമ്മ സിക്കായപ്പം പറഞ്ഞു, മോളെ പിന്നെ അപ്പച്ചന് ദോശയാണ് ഇഷ്ടം, പിന്നെ മോനാണെങ്കിൽ ദോശ ഇഷ്ടം, പക്ഷെ അവന് ഇച്ചിരി നെയ്യ് കൂട്ടിയിടണം. പിന്നെ അപ്പച്ചനിടുന്ന ചായ അല്ല മോനിടുന്നത്, കടുപ്പ കടുപ്പ കൂട്ടിയത്. അപ്പോഴാണ് പിന്നെ ജോലിക്കാരി ഉണ്ട്, അവൾക്ക് നമ്മൾ അകത്ത് കയറ്റത്തില്ല, അപ്പം നമ്മൾ ചില ചായ ഇട്ടുണ്ടാവും. പിന്നെ ചേട്ടൻ്റെ കൊച്ചു അവിടെ നിന്ന് പഠിക്കുക, അവരങ്ങ് ഓസ്ട്രേലിയയിൽ അവരുണ്ട്. അതിന് ഇതിന് അവക്കാണെങ്കിൽ ബൂസ്റ്റും മറ്റേ ഇതും മതി. ഇതെല്ലാം മോൾ ചെയ്തേക്കണേ. ഓക്കെ അമ്മച്ചി പിന്നെ വിളിക്കാം കേട്ടോ, ഉച്ചയാകുമ്പോൾ പിന്നെ എന്താ ചെയ്യണത്? ശരി ഓക്കെ. ഈ കൊച്ച് വെളിനാട്ടിൽ വളർന്ന കൊച്ചാ. ഇത് അബദ്ധവശ കല്യാണം കഴിച്ച് കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ നിൽക്കുക. അപ്പോഴത്തേക്ക് മമ്മിയുടെ ഫോൺ, ഹലോ മോളെ എന്തെടുക്കുന്നു? മമ്മി അയ്യോ ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ മോളെ അത് ഇതെല്ലാം ഉണ്ടാക്കണമെന്നോ? അതെന്തൊരു കഷ്ടമാണ്, ഞാൻ ലൂസിയെ വിളിക്കട്ടെ, അവളെൻ്റെ കൂട്ടുകാരിയല്ലേ, ഇതിനാണോ ഞാൻ കെട്ടിച്ചു വിട്ടാ നിന്നെ? അതെ. അയ്യോ മമ്മി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, നോക്കട്ടെ എവിടെ വരെ പോകുന്നു. ഇവളെല്ലാം തുടങ്ങിയപ്പോഴത്തേക്ക് ആകെ കുളമായപ്പോഴത്തേക്ക് ലൂസി അങ്ങോട്ട് അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ കാര്യമൊക്കെ ശരി, അവൾ ഇവിടെ വളർന്ന കൊച്ച, അവൾക്കിങ്ങനെ ഒത്തിരി ജോലി ചെയ്യാനൊന്നും അറിയത്തില്ല, നീ എന്തോ കാര്യം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് കൊടുക്കണ്ടേ? അതൊരു ജോലിക്കാരി ഉണ്ട്, പക്ഷേ എങ്ങനെയാണ് ഇത്? ഉടനെ ലൂസിയ മാമ ഉടനെ പാസ്റ്റർമ്മയെ വിളിക്കും. പാസ്റ്റർമാമേ, അയ്യോ എന്നാലും സൂസൻ എൻ്റെ ഫ്രണ്ടായിരുന്നു, അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എല്ലാം അറിയാവുന്നവളോ അവൾ, നമ്മുടെ വീട്ടിലോട്ട് വന്നതാ, പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാനങ്ങ് പെട്ടെന്ന് ഹോസ്പിറ്റലായി പോയി, കൊളസ്ട്രോൾ കൂടി ഒരു ബ്ലോക്ക് വന്നതാ, ഞാനങ്ങ് ഹോസ്പിറ്റലാണ്. ഒരു 2 ദിവസം കാര്യമുള്ള ആ കൊച്ചിനൊന്ന് അനുഭവിച്ചുകൂടെ? അപ്പോഴത്തേക്ക് അവിടെ ഒരു മൂടുപടം വന്നു. പിന്നെ സൂസമ്മയും ചിന്നമ്മയും കൂടെ പ്രശ്നമായി. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരം അറിയാൻ പറ്റും എന്തൊക്കെയാണ്, നമുക്ക് പുറത്തു പോകാം, ഞാൻ വരുന്നില്ല. പിന്നെ എന്തുവാ ഫോൺ കോൾ മമ്മിയുമായിട്ട്, മമ്മി അങ്ങ് സംസാരമാണ്, ചർച്ച. ഇത് പറ്റത്തില്ല, അവരുടെ പാസ്റ്ററുകളോട് പറയണം, നിന്നെ അതിനാണോ ഞാൻ പഠിപ്പിച്ചത്, നിന്നെ ഞാൻ അതിനാണോ അമേരിക്കയിൽ വിട്ട് നിന്നെ 2nd ഡിഗ്രി പഠിപ്പിച്ചത്? കുറേ സംസാരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ കൊച്ചു പിന്നെയും പറഞ്ഞു, മമ്മി ഇറ്റ്സ് ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാൻ, നാളെ ഞാൻ ഒന്ന് മാനേജ് ചെയ്ത് നോക്കട്ടെ. ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ഡാർലിംഗ് നീ ഒരു 2 ദിവസത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് സഹിക്കണം. പറഞ്ഞു, ശരി അച്ചാച്ച, ഞാൻ 2 ദിവസത്തേക്ക് സഹിക്കാം, നാളെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവൾ രാവിലെ എഴുന്നേറ്റ് ആ പാവം കൊച്ച് ഹസ്ബൻഡും കൂടെ ഹെൽപ്പ് ചെയ്തു, കുറച്ച് മാനേജ് ചെയ്തു. അവൾ എല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത് അവൾക്ക് വിശക്കുന്നെന്ന്. കാരണം മറ്റേ വീട്ടിൽ മമ്മി ആദ്യം ഇവക്കാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇവള് പറയാണ്, എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ വയ്യ, അമ്മായപ്പനും തിന്നുകൊണ്ടിരിക്കുന്നു, മറ്റേവരും തിന്നുകൊണ്ടിരിക്കുന്നു, ആ പെങ്കൊച്ചും തിന്നുന്നു, എല്ലാവരും തിന്നുകൊണ്ടിരിക്കും, എനിക്ക് വിശക്കുന്നത്. ഇതെന്ത് ചെയ്യും? ഗ്രൂ അങ്ങനെ പലയിടത്തും പോയിട്ട് എൻ്റെ അടുത്ത് വന്നു ഈ വിഷയം. ഹല്ലേലൂയ. ഞാൻ ആ മോളോട് ഒറ്റ കാര്യമേ ചോദിച്ചോളൂ, അപ്പോൾ എവിടെ വരെ എത്തി? ഇനി മോളെ അങ്ങ് കൊണ്ടുപോവാം മമ്മിയുടെ സ്ഥലത്തോട്ട്, കാരണം ഇത് ശരിയാവത്തില്ല.
നിനക്ക് മരുമോനോട് പറഞ്ഞു, നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഞങ്ങളുടെ അടുത്ത് വാ, ആകെ ഒരു മോളേ ഉള്ളൂ, ഞങ്ങളിങ്ങനെ പെറ്റി വളർത്തിയൊരു കൊച്ചാ, നീ ഇങ്ങി പോരെ ഞങ്ങളുടെ അടുത്തോട്ട്, ഇനി ഞങ്ങൾ അവിടോട്ട് നിർത്തുന്നില്ല എന്ന് പറയും. അപ്പം മോന് അപ്പം ഇച്ചിരി സ്ട്രോങ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അവൻ പറഞ്ഞു, ചിന്തിക്കട്ടെ മമ്മി ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, അതുകൊണ്ട് പറയാം, ഒരു സമാധാനത്തെ പറഞ്ഞു. അപ്പം ഈ ഇമ്മീഡിയറ്റ് പ്രശ്നമാണ് കേട്ടോ, ഇമ്മീഡിയറ്റ്. ഈ മോളെ സംസാരിക്കുമ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ നിനക്കിതിനെ എസ്കേപ്പ് ചെയ്യണോ അതോ നിനക്ക് ഇതിനെ വിഷയമായിട്ട് കൊണ്ടുപോകണോ, ഡു യു വാണ്ട് ഡൈവോഴ്സ് ഓർ യു വാണ്ട് ടു കണ്ടിന്യൂ ദ ലൈഫ്? അപ്പോൾ അവൾ ഇച്ചിരി ദൈവഭയമുള്ള കുഞ്ഞാണ്. അവൾ പറഞ്ഞു, നോ ആൻറ്റി, എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചു, മോക്ക് സൊല്യൂഷൻ പറഞ്ഞു തരട്ടെ ആൻറ്റി, വിസ്റ്റം കർത്താവ് തരും, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. മോൾ 2 days ആഫ്റ്റർ യു കോൾ മീ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ദെൻ യു കോൾ മീ 2 days ആഫ്റ്റർ, റിസൾട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എന്താണ് ആൻറ്റി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, മോളെ മോക്കിപ്പോൾ പ്രശ്നം വിശക്കുമല്ലേ, മോളൊരു കാര്യം ചെയ്യണം, ആദ്യത്തെ ഒരു ദോശ പന്നദോശയും കളയണം, രണ്ടാമത്തെ ദോശയും മൂന്നാമത്തെ ദോശയും മോക്ക് അങ്ങ് മാറ്റി വെക്കണം, എന്നിട്ട് 4ാമത്തെ ദോശ 5ാമത്തെ ദോശ 6ാമത്തെ ദോശയൊക്കെ ഇവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കറിയും കൊണ്ട് എടുത്ത് വെച്ച് മോളെ നിന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കണം, ദോശയും കുക്കിംഗ് ആവും, മോളും തിന്നുകൊണ്ടിരിക്കും, നിൻ്റെ വിശപ്പും പോകും, അച്ഛനും ഹാപ്പി, അമ്മച്ചിയും ഹാപ്പി, അച്ഛനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. 2 ദിവസം കഴിഞ്ഞപ്പം എല്ലാം ഓക്കെ. അവളെന്നെ വിളിച്ചു പറഞ്ഞു, ഇത്രയും ചെറിയ കാര്യമാണോ ആൻറ്റി, സോ നൈസ്, ഇറ്റ്സ് ഓക്കെ, ഐ ആം ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. മമ്മിക്കോ അവിടെ സമ്മതമല്ല. എൻ്റെ മോൾ എങ്ങനെ ഗ്യാസിൻ്റെ മണം കേട്ട് അവൾ അവിടെ നിൽക്കും. ഇതുപോലെയാണ് പല വിഷയങ്ങളും. കർത്താവ് ഒന്ന് ചെത്താൻ തുടങ്ങുമ്പം, കർത്താവ് ഒന്ന് വെട്ടാൻ തുടങ്ങുമ്പം മക്കളെക്കുറിച്ച് പാനിക്കാവരുത്. ഹല്ലേലൂയ. കല്യാണം കഴിച്ചു വിട്ട മക്കളെ കുറച്ച് വിസ്റ്റത്തോടുകൂടി, നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് എത്ര പാസ്റ്റർമാരോട് ചോദിച്ചിട്ടായി കല്യാണം നടത്തിയത് തന്നെ, എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോൾ പിന്നെ നിങ്ങൾ വേദനിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് കുറേ ഫാസ്റ്റിങ്ങും കുറേ ചെക്കിങ്ങും ഒക്കെ ചെയ്താണല്ലോ ചെയ്തത്. പിന്നീട് വരുമ്പോൾ നിങ്ങൾ പറയണം, ലെറ്റ് ഗോഡ് വിൽ ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ടെസ്റ്റ് മണിയിൽ കേൾക്കാൻ അനേക കോടി വിഷയങ്ങൾ വന്നപ്പോൾ എൻ്റെ അമ്മ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത് 4ാമത്തത്, പല വിഷയത്തിലൂടെ നീ കടന്നു പോന്നു, ഇങ്ങോട്ടൊന്നും വരുവാന്ന് പ്രതീക്ഷിക്കേ വേണ്ട. പലരെയും ഞാൻ വിളിച്ചപ്പം പലരും പറഞ്ഞു, അയ്യോ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് ഇങ്ങോട്ടും വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി എങ്ങോട്ട് പോകും? അപ്പോൾ എനിക്ക് ഒന്നും ഓർത്തത് എന്തോന്നറിയാമോ, ഒറ്റ കാര്യം എനിക്ക് തോന്നുന്നത്, ദൈവമേ ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം ഒന്ന് കിടക്കാൻ കട്ടിലേൽ സമാധാനത്തെ, ഒന്ന് കരയാ സമാധാനം. ഇത് വേറെ എവിടെയെങ്കിലും പോയി ഇത് പറ്റുമോ? ഒരിടത്ത് പോയി ഫാൻ ഇട്ടാൽ അവർ പറയും, അയ്യോ കഴിഞ്ഞ പ്രാവശ്യത്തെ ബില്ലാണെങ്കിൽ ഇച്ചിരി കൂടുതലായിരുന്നു, മറ്റൊരാളോട് പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റും. പല ഡയലോഗുകൾ വരും. അതിപ്പോൾ അത് ഓർത്തു, ഇതാ പിന്നെ ബെസ്റ്റ് എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് 14ന്റെ 16ാമത്തെ വർഷമായത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ചെത്ത് ഈസ് നോട്ട് എ സ്മോൾ തിങ് ദൈവമക്കളെ. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് മാറി പുതിയത് വന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നത് പുതിയ സൃഷ്ടിയുടെ ഇമേജിലേക്ക് കൊണ്ടുവരാനാണ്, ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് കൊണ്ടുവരാനാണ് ഹിസ് പ്ലാൻ. വേറെ ഒരു പ്ലാനുമില്ല. നിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോയിട്ടോ, നിന്നെ ചർച്ചിൽ ഭയങ്കര കീബോർഡ് വായിക്കുന്നവരട്ടോ എല്ലാവരും വരുമ്പോഴത്തേക്ക് ആദ്യമേ ചോദിക്കുന്നത്, സിസ്റ്റർ റാണി ഉണ്ടോ, പാട്ടുകാരിയാണല്ലോ. ഞാനല്ല കേട്ടോ, ഞാൻ പറയാണ്, എൻ്റെ പേരങ്ങ് പറയാം. ആണോ, പിന്നെ ആ സിസ്റ്റർ ഭയങ്കരമാണേ. ഇതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ്റെ ഇമേജിലേക്ക് നീ ഒന്ന് വരണം. കാരണം ദൈവത്തിന് പല ഇഷ്ടങ്ങളുണ്ട് നിന്നിലൂടെ ചെയ്യാനായിട്ട്. ഇന്ന് ഞാൻ ഗൂഗിളിൽ കണ്ട ഒരു പിക്ചറാണ്. UAE അറബിക് കൺട്രിയിൽ അബോഷൻസ് ഇല്ല. ഈവൻ ദോ നമ്മുടെ ഹസ്ബൻഡ് വൈഫിൻ്റെ തന്നെ കുഞ്ഞ് ഒരു പ്രശ്നമായാൽ, അല്ലെങ്കിൽ അത് ബർത്ത് ഡെഡായിപ്പോയാൽ നമ്മൾ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്തു വേണം അതിനെ അബോഷൻ ചെയ്യാനായിട്ട്. ഇവിടെ അബോഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അതിനു വേണ്ടിയിട്ട് കുറേ പെൺകുട്ടികൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്കിഷ്ടമുള്ളവരെ കല്യാണം കഴിക്കും, ഞങ്ങൾക്കിഷ്ടമുള്ളപ്പം ഞങ്ങൾ അബോർഷൻ ചെയ്യും, ഞങ്ങൾക്കിഷ്ടമുള്ളപ്പം ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്യും, അത് ആരും ചോദിക്കാൻ പാടില്ല, അത് ഈ UAE ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങൾ കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെവിടുന്ന് വന്നതാണ്? അപ്പം ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്? ദൈവമക്കൾ എന്ന് പറയുന്നവർ മിണ്ടാതിരിക്കുകയാണോ? രാത്രിയിൽ 12 മണിക്ക് 10 വർഷമായി 12 o'clock midnight എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് വിഷയം? എനിക്കറിയത്തില്ല വിഷയം എന്താണെന്ന്. ബട്ട് ഐ ആം പ്രേയിങ് ഇൻ വിത്ത് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഐ ആം പ്രേയിങ് വിത്ത് ദ സ്പിരിറ്റ്. അങ്ങനെ ഓരോരുത്തരും ഈ നമ്മുടെ വിഷയങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട്, ഞാൻ എപ്പോഴും എൻ്റെ സഹോദരിമാരോട് പറയാറുള്ളത്, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ഓർത്തോണം, ഗോഡ് ഹാസ് എ പർപ്പസ് ഇൻ യുവർ ലൈഫ്. ആ പർപ്പസിനെ ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഇറ്റ് ഈസ് മോർ ബ്യൂട്ടിഫുൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ 21 days ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഫാസ്റ്റിങ്ങിൻ്റെ എഫേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാകാത്തൊരു സമയത്താണ് ഈ 21 days ഫാസ്റ്റിങ്.
ഞാൻ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് 2010 ആ ഫാസ്റ്റിംഗ് 21 ഡേയ്സിൽ കർത്താവ് എനിക്ക് ആത്മബലം തന്നു. കാരണം അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്, അത് റിയാലിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ്. ദ വേർഡ്, വചനമാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇതിനെല്ലാം സഹായിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് ഇൻസൈഡ് അസ്. ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. പക്ഷെ ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്, വചനത്തിലൂടെയാണ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നത്. വേർഡ് ഈസ് ഗോഡ്, ഗോഡ് ഈസ് വേർഡ്, വേർഡ് ഈസ് ജീസസ്. എവറിത്തിങ്, എല്ലാവർക്കും അറിയാം. സോ ഇത് വഴി, സത്യം, ജീവൻ. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. യോഹന്നാൻ 14 അധ്യായത്തിലെ വാക്യങ്ങളാണ്, 5, 6, 7 വാക്യങ്ങളാണ്. സോ നമ്മളെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ 24 hours നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. ബട്ട് എനി ടൈം നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ത്രൂ ക്രൈസ്റ്റ് വി ക്യാൻ എൻ്റർ എനി ടൈം. ഹല്ലേലൂയ. സോ ത്രൂ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ വേർഡ് ഓഫ് ഗോഡിലൂടെയാണ് ശുദ്ധീകരണം പ്രാപിച്ചത്. നമ്മൾ ബോൺ അഗെയിൻ ആയത് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴാണ്. ബൈ ഫെയ്ത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, അവൻ്റെ വചനം ഏറ്റുപറഞ്ഞപ്പോൾ വി ബിക്കം ബോൺ അഗെയിൻ. ഹല്ലേലൂയ. ബോൺ അഗെയിൻ ആയെങ്കിൽ ഇനി നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒരു ഗ്രോത്ത് ഉണ്ട്. ഇൻ ഹിസ് ഇമേജിലേക്ക് നമ്മളെ വളർത്തണം അവന്. ഹല്ലേലൂയ. സോ ഈ പ്രോസസ്സിലേക്ക് കടന്നു വരുമ്പോഴേ, 21 days ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴേ എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടാൻ തുടങ്ങി. ബാൽക്കണി തൊട്ട് ടോയ്ലറ്റ് വരെ ഗാർബേജ് ബാഗ് കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ വേറെ പണിയൊന്നുമില്ല, ഇത് എന്തോന്നായി കാണിക്കുന്നത്, ടേക്ക് ഗാർബേജ് ബാഗ് ആൻഡ് കം വിത്ത് മീ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ബാത്റൂം മുതൽ എൻ്റെ കബോർഡിൻ്റെ അകത്ത്, എൻ്റെ ബെഡ്റൂമിൽ നിന്നാണ് മാക്സിമം സാധനം കിട്ടിയത്. എൻ്റെ നോവലുകൾ, എൻ്റെ ഇത്രയും പൊക്കമുള്ള ചെരുപ്പ്, എൻ്റെ ചുമന്ന നിറത്തിലുള്ള ലിപ്സ്റ്റിക്ക്, എൻ്റെ ഇങ്ങനത്തത്, എൻ്റെ അങ്ങനത്തത്, ഇങ്ങനത്തെ ടോപ്പ്, അങ്ങനത്തെ ജീൻസ്, ഇങ്ങനത്തത്, മറ്റേത്, എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ ചില കുപ്പികളും ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ. അതും എടുത്ത് കളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ആ ആത്മാവിൻ്റെ നിറവ് അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളല്ല പിന്നെ ചെയ്യുന്നത്, എല്ലാം എടുത്ത് കളയാനിടയായി. ഹല്ലേലൂയ. സോ വേർഡ് ഓഫ് ഗോഡ് നമ്മളെ ശുദ്ധീകരിക്കാൻ തുടങ്ങും. ഒരിക്കലും പറയരുത് ഇത് ഇമ്പോസിബിൾ ആണെന്ന്. എവ്രിതിങ് ഈസ് പോസിബിൾ. 1 Thessalonians chapter 5 verse 26, 1 Thessalonians 5 അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, ആമേൻ, ദേഹം, ആത്മാവ്, ദേഹം, ദ സ്പിരിറ്റ്, ദ സോൾ ആൻഡ് ദ ബോഡി. ഞാനിപ്പോൾ അങ്ങനെ പറയുള്ളൂ. നേരത്തെ ബോഡി, സോൾ, സ്പിരിറ്റ് എന്ന് പറയുന്നു. നോ, ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ വരണം, റിവേഴ്സിൽ വരണം. ദ സ്പിരിറ്റ്, ദ സോൾ, ദ ബോഡി, ഈ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനായി ഇറ്റ് ഈസ് പോസിബിൾ എന്ന് കർത്താവ് പറയാണ്. അനന്യമായി വെളിപ്പെടും വണ്ണം നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ആർ യു എ റിയൽ ക്രിസ്ത്യൻ? ആർ യു എ റിയൽ ക്രിസ്ത്യൻ? ഹല്ലേലൂയ. ദ പർപ്പസ് ഓഫ് ഗോഡ് എന്താണെന്ന് നമ്മൾ അറിയണം. ദ ക്ലെൻസിങ്. വേറെ ഒന്നുമല്ല ദൈവത്തിന് ഉദ്ദേശം. കാരണം നമ്മൾ കാണുന്ന എൻഡ് ഓഫ് ദ ടൈമിൽ നമ്മൾ നിൽക്കുകയാണ്. വേർ വി ആർ, നമ്മൾ നിൽക്കുന്നത് ദ എൻഡ് ഓഫ് ദ ടൈമിലാണ്. ഹല്ലേലൂയ. സോ അതുകൊണ്ട് അവിടെ പോകാൻ വിസയ്ക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ എന്നെ അറിയുന്നവർക്കറിയാം, ഒരു 50-60 മെസ്സേജ് വരും എനിക്ക് ഒരു ദിവസം. അവിടെ പോകാൻ വേണ്ടി പ്രാർത്ഥന, ഇവിടെ പഴി. ഐ നോ വിച്ച് പ്രെയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കണോ. ഹല്ലേലൂയ. ഐ ഹാവ് വിസ്ഡം. അൺവാണ്ടഡ് കോൾസ് വരും എനിക്ക്, അൺവാണ്ടഡ് മെസ്സേജ് വരും എനിക്ക്. God gave me a wisdom. It took 14 years. Hallelujah. 14 years എടുത്തതിന് ശേഷമാണ് എൻ്റെ മുമ്പിലേക്ക് നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തത്. ബിലീവ് മീ, ദിസ് നവംബർ മുതലാണ് കർത്താവ് എന്നെ പുറത്തിറക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. അതുവരെ ലോകത്തിന് എന്നെ വെളിപ്പെടുത്തിയില്ല. കാരണം എന്താണെന്നറിയാമോ, വിൽഡർനെസ്സിലൂടെ കർത്താവ് നടത്തും. യോഹന്നാനെയും യേശു ക്രിസ്തുവിനെയൊക്കെ ഇത് വിൽഡർനെസ്സിലൂടെ നടത്തി. ആത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വിൽഡർനെസ്സിൽ ഇറക്കിയതിന് ശേഷമാണ് സമൂഹത്തിലേക്ക് യേശുവിനെ ആണെങ്കിലും യോഹന്നാനെ ആണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഹീ ഈസ് എഗെയിൻസ്റ്റ് യു. ഹൂ? ദ ഡെവിൾ ഈസ് എഗെയിൻസ്റ്റ് യു. ജോൺ 10:10 പറയുന്നു, അവൻ വന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും നമ്മുടെ ജോയ് സ്റ്റീൽ ചെയ്യാനുമാണ്. ബട്ട് ഗോഡ് കേം ടു ഗീവ് യു ലൈഫ് അബണ്ടൻ്റ്ലി. ആ ലൈഫ് നമ്മളിലൂടെ അബണ്ടൻ്റ്ലി ആകണമെങ്കിൽ, നൗ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് 3 months മുമ്പ് ദ മേജർ ഇൻസിഡൻറ്റ് ഹാപ്പൻ ആസ് എ ഹ്യൂമിലിയേഷൻ. ഹല്ലേലൂയ. ഒരു മേജർ ചാനലിൽ എനിക്ക് ടെസ്റ്റ് മണി പറയാൻ എന്നെ വിളിച്ചിട്ട് എല്ലാം റെഡിയായി ലിബാമു ഇട്ടിട്ടിരുന്നപ്പം പറയാണ്, വി ആർ സോറി, വി ഹാവ് എ ഫോഴ്സ് ദാറ്റ് വി ഷുഡ് നോട്ട് ടേക്ക് യുവർ ടെസ്റ്റ് മണി.
അത് പ്രശ്നമാകും. നിങ്ങളുടെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഹസ്ബൻഡും ഭാര്യയും കൂടി ഇരുന്ന് ടെസ്റ്റ് മണി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏത് രാജ്യത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ടെസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈ ടെസ്റ്റ് മണി. ഹൗ കം യു സേ വെദർ യു ആർ എ പാസ്റ്റർ, യു ആർ എ പാസ്റ്റർമ, ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ദേ സെഡ് ഐ വിൽ പ്രേ ഫോർ യു. ഐ സെഡ് ഐ ഡോണ്ട് റിക്വയർ യുവർ പ്രെയർ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്തു. ഐ ഹാവ് വിസ്ഡം. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പലരെയും ടെസ്റ്റ് മണിക്ക് വിളിക്കുമ്പോൾ പറയും, ആ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് 1 മാസത്തേക്ക് നിങ്ങൾ വേറൊരു ചാനലിൽ ടെസ്റ്റ് മണി പറയേണ്ടത്. ഈ ടെസ്റ്റ് മണി പറയാൻ പോയവരോട് ഞാൻ ചോദിക്കുകയാണ്, ഡു യു ഹാവ് വിസ്ഡം? ആർ യു ഇൻ ക്രൈസ്റ്റ്? ആർ യു ക്രിസ്ത്യൻ? ഹല്ലേലൂയ. ഇങ്ങനെ വയറിന് വേണ്ടി ഓടുന്ന, ഫേമസ് ആകാൻ വേണ്ടി ഓടുന്ന അനേക പേരുണ്ട്. റാണി സിസ്റ്റർ ചാനലിൽ ഒരു ടെസ്റ്റ് മണി വന്ന ഉടനെ 2 ചാനലിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരും, സിസ്റ്റർ ഷെയർ ദാറ്റ് വാട്സപ്പ് നമ്പർ. ഐ ജസ്റ്റ് ഷെയർ. ഇമ്മീഡിയറ്റ്ലി ആ ചാനലിൽ ഒരാഴ്ചക്കകം അവരുടെ ടെസ്റ്റ് മണി വരും. ഞാൻ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ നോക്കുന്നത് എൻ്റെ ഫോക്കസോ എൻ്റെ ഇൻകമിൻ്റെ കാര്യവുമല്ല. ഞാൻ നോക്കുന്നത് ഈ ടെസ്റ്റ് മണി പറയുന്ന വ്യക്തിക്ക് ഒരു രൂപാന്തരം, ഈ ടെസ്റ്റ് മണി പറയുന്ന വ്യക്തിയെ അനേകരിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലാതെ 1 month റെസ്ട്രിക്ഷൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തുടക്കത്തിൽ ഇങ്ങനെ ഇരിക്കണം, പിന്നെ ഒരു ആമേൻ പറയണം, പിന്നെ സ്തോത്രം പറയണം, പിന്നെ നിങ്ങൾ തുടങ്ങണം. എന്താണിത്? ഹല്ലേലൂയ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഇങ്ങനെയുള്ളതിനെയൊക്കെ കർത്താവ് നിർത്താൻ പോവുകയാണ്. ഉയരമുള്ളതിനെ താഴ്ത്തി, താണിരിക്കുന്നതിനെ ഉയർത്തി. ഹല്ലേലൂയ. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു മൈറ്റി തിങ്സ്. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്തെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ഓൺ ദിസ് വേൾഡ്. ഹല്ലേലൂയ. എൻ്റെ എക്സ്പീരിയൻസ് പറയാണ്, ഒരു കിങ്ങിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അൺവാണ്ടഡ് ഒരു വിഷയത്തിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ ആം ഫുള്ളി കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഞാൻ അതിൽ വിധേയപ്പെട്ടത് 13.25 വർഷമെടുത്തു. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ ഫുൾ ഫാമിലിയിൽ അന്വേഷിക്കണം, ഹൗ വാസ് റാണി എന്ന്. അവർ പറയും 13 വർഷമായിട്ട് ഇവളെ കാണാനേ ഇല്ല ഞങ്ങൾക്ക്. അവളൊരു ചിറ്റാറ്റ് ഞങ്ങളോട് ചെയ്യാറില്ല, അൺവാണ്ടഡ് കോൾ ഞങ്ങളെ ചെയ്യാറില്ല. ഐ ആം ഫുള്ളി കൺട്രോൾഡ് ബൈ. മിസ്റ്റേക്സ് വരും. ഇമ്മീഡിയറ്റ്ലി പരിശുദ്ധാത്മാവ്, യു ഡിഡ് മിസ്റ്റേക്ക്, യു കൺഫസ്. ഓ ലോർഡ്, ഹല്ലേലൂയ. ദിസ് ഈസ് മിസ്റ്റേക്ക്, യു കൺഫസ്. ഓക്കെ ലോർഡ്, ദിസ് ഈസ് മിസ്റ്റേക്ക്, യു കൺഫസ്. യെസ് ലോർഡ്. അടി, പിടി, വേദന, നോ, ഷട്ട് അപ്പ്, സിറ്റ് ദേർ, ലേൺ ഫ്രം മീ, ലേൺ ഫ്രം മീ, റീഡ് ബൈബിൾ, പ്രേ, പ്രേ, പ്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈസിയാണ് സഹോദരങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ. ഹല്ലേലൂയ. നമ്മളെ ദ എവിഡൻസ് ഈസ് ചേഞ്ചിങ് യു ഡെയിലി ആൻഡ് ട്രാൻസ്ഫോം ചെയ്യാണ് നമ്മളെ ഓരോ ദിവസവും. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്, നമ്മളെ ഡെയിലി ക്ലെൻസ് ചെയ്ത് ട്രാൻസ്ഫോമിങ് യു ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഹോളി സ്പിരിറ്റിലൂടെ നമുക്ക് പവർ തന്ന് നമ്മളെ അതിനെ ഓവർകം ചെയ്യിക്കാൻ സഹായിക്കുന്നത് പെട്ടെന്ന് വേർഡ് ഓഫ് ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്. ഹീ ഈസ് ദ വേ, ദ ലൈഫ് ആൻഡ് ദ ട്രൂത്ത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അപ്പം നമുക്ക് ചെത്തൽ വരുമ്പോൾ, ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെത്തൽ വരുമ്പോൾ, വെൻ ദേ ആർ ഇൻ ക്രൈസ്റ്റ്, അവർക്കൊരു ദർശനമുണ്ട്, അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചനയുണ്ട്. അപ്പം ചോദിക്കും, സിസ്റ്ററെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചനയോ? എല്ലാ കുഞ്ഞുങ്ങളെക്കുറിച്ചും ആലോചന ഉണ്ടെന്നാണല്ലോ നമ്മൾ വചനം വായിച്ചത്. അതിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. അപ്പോൾ എല്ലാവരും തേജസ് പ്രാപിക്കണമെങ്കിൽ എല്ലാവരും ഈ ചെത്തലിലൂടെ കടന്നു പോകണം. എല്ലാവരും മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അൺവാണ്ടഡ് ആയിട്ട് ജാതികൾക്ക് വേണ്ടി നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ബിന്ദു സിസ്റ്ററിനോട് ഞാൻ വാർണിംഗ് തരികയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ അൺവാണ്ടഡ് ആയിട്ട് ദൈവമക്കൾക്ക് ഈ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നിർത്തണം. എൻ്റെ അടുത്തൊരു ദൈവ പൈതൽ വിഷമം കൊണ്ടുവന്നാൽ ഞാൻ പറയും, സിസ്റ്റർ ബൈബിൾ വായിക്കൂ, പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. അലിസാൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കിയേ. ചിന്നു മുമ്പിൽ ഇരിപ്പുണ്ട്. ദേ ആർ ദ വിറ്റ്നസ്, ദേ ആർ ദ വിറ്റ്നസ്. ഹല്ലേലൂയ. അവർ 1 മാസം ഞാൻ പറയും, യു ബി വിത്ത് മീ 3 months. ഇനി നിങ്ങളാരും എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ പറയല്ല കേട്ടോ, ഞാൻ അതുകൊണ്ട് പറയല്ല. ഞാൻ പറയുന്നത് ഈ 3 months കൊണ്ട് എനിക്ക് അത്രയും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. 1000ഓളം പേരിങ്ങനെ ഓരോ ദിവസം മെസ്സേജ് ചെയ്യുമെന്ന്. ഐ കനോട്ട് കൺട്രോൾ എവരി വൺ. ഞാൻ ഒറ്റ സ്റ്റാൻഡ് കർത്താവ് പറഞ്ഞത്. എന്നെ ആര് വിളിച്ചാലും ഞാൻ പറഞ്ഞത്, ഞാൻ അൺവാണ്ടഡ് കോൾസിന് മെസ്സേജ് ചെയ്യാറില്ല, അൺവാണ്ടഡ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറില്ല. ഐ വിൽ ജസ്റ്റ് ആഡ് ദം ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. വാട്ട് എവർ ഐ ആം പുട്ടിങ്, റിസീവ് ഇറ്റ്. യു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ഐ എം ഷോയിങ് യു ദ വേ. നദലിനെ പോലെ. നദലിനോട് ഫിലിപ്പോസ് പറയാണ്, കം ആൻഡ് സീ ദ ജീസസ് ക്രൈസ്റ്റ്. ഐ വിൽ ഷോ യു ജീസസ് ക്രൈസ്റ്റ്. നൗ യു ഗ്രോ. എത്ര പ്രാവശ്യം അവരെ നമുക്ക് കൈ പിടിക്കണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇന്ന് മരിച്ചെന്ന് വെച്ചോ, ഈ ഗ്രൂപ്പിലിരിക്കുന്ന റാണി സിസ്റ്റർ മരിച്ചെന്ന് വെച്ചോ ഇന്ന്.
മഹാപ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ വിളിക്കുമ്പോൾ എത്ര പേര് പറയും, അയ്യോ എനിക്കും തരണേ റാൻസിസിന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ കർത്താപ്പച്ചൻ പറയും, അവളെ എത്ര ചെത്തലിൽ എനിക്ക് നിന്ന് തന്നെന്നറിയാമോ? നീ നിന്നായിരുന്നോ? അല്ല, നീ പ്രയർ റിക്വസ്റ്റിൻ്റെ മേൽ പ്രയർ റിക്വസ്റ്റ് ഇങ്ങനെ വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? മോഴ്സി സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അന്നമ്മ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നാളെ മോൻ്റെ പരീക്ഷയാണേ. ആരാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്? പൗലോസ് അപ്പോസ്തലൻ പറയണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കുറിച്ച്. ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ. ഓക്കെ, ഇനി നമുക്ക് ഫിലിപ്പിയ ലേഖനം 1-ന്റെ 6-ാം വാക്യം വായിക്കാം. 3 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:3-6. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാനഡയ്ക്ക് പോകാനുള്ള വിസയ്ക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല, നമ്മളുടെ വ്യക്തിപരമായ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, അവിടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ ഈ വാക്യം വായിച്ചപ്പം ആദ്യമൊക്കെ സമയങ്ങളിൽ ദൈവമേ, വീട് പണി തുടങ്ങി വെച്ചത് കർത്താവാണ്, അത് പൂർത്തിയാക്കിയതിനായി സ്തോത്രം കർത്താവ് എന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞാൻ പറയും, കർത്താവേ അത് നീയാണ് തുടങ്ങി വെച്ചത്, അപ്പം നീ പൂർത്തിയാക്കിയതിനായി സ്തോത്ര കർത്താവെന്ന്. ഒറ്റ അടി ഒരു ദിവസം എനിക്ക് അവിടെ ഇരുന്ന് പഠിക്കുന്നേ എന്തോ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചു വരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളോട് ഒന്ന് വായിക്കുന്നേ. ഞാൻ വായിച്ചു. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ, ക്രിസ്തുയേശുവിലാണ് നീ ബോൺ അഗെയിൻ ആയത്. ആമേൻ. വഴിയും സത്യം ജീവനുമായതിലൂടെ കയറി നീ ബോൺ അഗെയിൻ ആയി. യു ആർ എ ന്യൂ ക്രിയേഷൻ നൗ. ആ ഇമേജിലേക്ക്, ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് നിന്നെ കൊണ്ടുവരുവാനായിട്ടുള്ള പൂർത്തീകരണം ക്രിസ്തു തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഞാൻ പോയിട്ട് വാഗ്ദത്തം പിതാവ് ചെയ്തതിനെ ഞാൻ നിങ്ങൾക്ക് തരും കാര്യസ്ഥനായി. അവൻ വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആമേൻ ലോകത്തിന് ബോധം വരുത്തും. ഹല്ലേലൂയ. അപ്പം ലോകത്തിന് ബോധം വരുത്തുമെന്ന് കർത്താവ് പറഞ്ഞത്, നമ്മൾ ലോകക്കാരായിരുന്നല്ലോ ആദ്യമൊക്കെ. ആരിലൂടെയോ നമ്മളൊരു സുവിശേഷം കേട്ടതാ. ഞാനും ഒരു ട്രാവലിങ്ങിന് പോയപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ബസ്സിൽ ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ടിട്ട് ചോദിച്ചത്, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും സന്തോഷിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ നാട്ടിൽ പണ്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മദ്യപാനികൾക്കും വേശ്യകൾക്കും കുടിയന്മാർക്കും പിന്നെ കാസ്റ്റിൻ്റെ പേര് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ളവർ കൺവേർട്ട് ആവുന്ന ഒരു സ്ഥലമാണിത്, നീ അങ്ങോട്ട് നോക്കിയേ ചെന്നൊക്കെ ഞങ്ങളോട് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ട്, ഞാൻ ജനിച്ചപ്പോഴേ ഉണ്ട്. അവരെ ഞങ്ങൾ കളയൊക്കെ വിളിക്കുന്നവരാണ് സഹോദരന്മാരെന്ന്. അപ്പം ഞങ്ങൾ അവരെ ഇങ്ങനെ തമാശയ്ക്കും ഭയങ്കര ഡ്രംസ് കൊട്ടൊക്കെ. അപ്പോൾ പറയും കൊട്ടുകാർ തുടങ്ങിയിട്ടുണ്ടോ എങ്ങനെ. അപ്പോൾ ഈ വണ്ടിയിൽ പോയപ്പോൾ ഈ കൊട്ടുകാരെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. മനോഹരമായ സുന്ദരന്മാരും ഇരുന്ന് പാട്ടുപാടി ആത്മാവില്. ഞാൻ പറയുന്നത് ഈ നല്ല ഭംഗിയുള്ള ചെറുക്കന്മാർ, ഇവർക്കൊക്കെ എന്ത് വട്ടായോ? നല്ല കുടുംബത്തിലെ പെണ്ണുങ്ങളിരുന്ന് പാടുന്നു, ഇവർക്കൊക്കെ എന്ത് വട്ടായോ? അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് ശ്രദ്ധിക്കണമല്ലോ എന്ന്. ഞാനും അവരുടെ കൂട്ടത്തിൽ നോക്കി, ഞാനും സ്തുതിപ്പിൻ പാടി പണ്ട് എൻ്റെ മമ്മിയുടെ കൂടുന്നു. അന്നേരം ഒന്നും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഞാൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവേ ഇങ്ങനെ പാടുവന്നു. പക്ഷേ എൻ്റെ മൂട് പടം ഇങ്ങനെ കടന്നതുകൊണ്ട് ഈ സ്തുതിപ്പിൻ ആരെയാണെന്നോ എന്തിനാണെന്നോ എനിക്ക് മനസ്സിലായില്ല. അവരത് മനസ്സിലാക്കിയവർ പാടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഞാനൊരു മോനോട് ചോദിച്ചു, മോനെ ഇതുപോലെ സന്തോഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ചേച്ചി അപ്പം ഞാൻ മോളാണ്. ഇന്ന് എല്ലാവരും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത്. എൻ്റെ ചെറിയ ആളുകളും എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഞാൻ അതിനൊരു കുഴപ്പം പറയാറില്ല. എന്നെ ആൻറ്റി, അമ്മച്ചി, ചേച്ചി നിങ്ങൾ എന്തെങ്കിലും വിളിച്ചോ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൽ വളരണം. എന്നെ കർത്താവ് ഏൽപ്പിക്കാത്ത ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഏൽപ്പിച്ചവർ ഏൽപ്പിച്ച ജോലി ചെയ്യട്ടെ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്ട്രെങ്തൻ യുവർ ബ്രദേഴ്സ്. അവരുടെ ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ടുവരിക എന്നാണ് എന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. സോ എന്നോട് പറഞ്ഞു ചർച്ചിൽ വരണം അടുത്ത ആഴ്ച, എന്നിട്ട് ബാപ്റ്റിസം എടുക്കണം, രക്ഷാവചനം പറയണം. ഞാൻ പറഞ്ഞു ഇത് എവിടെ കിട്ടുന്ന സാധനമാണ്? അത് ബൈബിളിലുള്ള വചനം. ബൈബിൾ എന്ന് പറയുന്നത് എന്തുവാന്ന് പോലും അറിയാത്തൊരു കാലം. യാക്കോബായിൽ ജനിച്ചു വളർന്നു എന്നുള്ളതല്ലാതെ കുറിയലായുസോനും ആമേനും പറയാനല്ലാതെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടെ എന്നെ കർത്താവ് തൊട്ടുവെങ്കിൽ പ്രൈസ് ലോർഡ്. 2000 അതിനുശേഷം ഖത്തറിലേക്ക് ജോലിക്ക് പോയി. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഖത്തറിലേക്ക് പോയി. ഖത്തറിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് ദുബായ് കൊണ്ടുവന്നു. ഖത്തറിൽ നിന്ന് എന്നെ മസ്കറ്റിൽ കൊണ്ടുവന്നു. മസ്കറ്റിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ദുബായ്. ഇങ്ങനെ ഈ 24 വർഷമായിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്.
12 വർഷം പിന്മാറ്റം, കഠിനമായ പിന്മാറ്റത്തിൽ നിന്ന് കർത്താവ് ഓടിച്ചു കൊണ്ടുവന്നിട്ട് കർത്താവ് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഈ ശൂലം ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു റാണി, മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. അൾട്ടിമേറ്റ്ലി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അവസാനം വരെയും ഒരു ദൈവ പൈതലിന് ശത്രു എഗെയിൻസ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് 2 ദിവസം പ്രാർത്ഥിച്ചു 3-ാമത്തെ ദിവസം ഒരു പ്രശ്നവും ഇല്ല എന്ന്. 24 hours അവൻ വാതിൽക്കൽ നിൽക്കുകയാണ്. സങ്കീർത്തനം 39:1 പറയുന്നു, ശത്രു നിങ്ങളുടെ മുൻപിലിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിനെ കടിഞ്ഞാനിട്ട് കാക്കണം. ഹല്ലേലൂയ. അൺവാണ്ടഡ് ടോക്സ്. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് കുറച്ച് സഹോദരിമാരുടെ ഇടയിൽ പോയിരുന്നു സംസാരിക്കാൻ പറ്റാത്തത്, കുറച്ച് പേര് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് തമാശ പറയാത്തതും ചായ കുടിക്കാത്തതും, ഒരു പ്രയർ മീറ്റിംഗ് നടത്താനും പറ്റുന്നില്ല, ഒരു മനുഷ്യന് വീട്ടിൽ വരെ, ഇതെന്തുവാ കർത്താവ്, ഇത് 13.25 വർഷമായില്ലേ. കർത്താവ് പറഞ്ഞ്, ഞാൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ നിന്നെന്ന് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എൻ്റെ ഒരു കൂട്ടത്തിൻ്റെ കൂടെ നോർമലായിട്ടുള്ളൊരു ഗ്രൂപ്പിൽ ഞാൻ വേറൊരു കാര്യത്തിന് പോയതാണ്. അയ്യോ, അവിടെ പറഞ്ഞ കഥ. അവർ എന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ മറ്റേവരെ ഏൽപ്പിച്ചായിരുന്നു കേട്ടോ. എനിക്ക് വിസ്ഡം ഉണ്ട്. ഞാൻ അപ്പോഴേ മനസ്സിലാക്കി, ഒറ്റ കോട്ട് പരിശുദ്ധാത്മാവ് എന്തോ പറയുന്നത്, ഇതാണ് നിന്നെ ഞാൻ കൊണ്ടുപോഞ്ഞത്. മനസ്സിലായ? 13:45 നീ പറയുന്നല്ലോ, 13:45 ഇത് മാറിയോ? അവിടെയും കൂടെ ആ ഏരിയയും കൂടെ ചെത്താനുണ്ട്, വെയിറ്റ് ചെയ്യ്. ഞാൻ പിന്നെ കർത്താവേ സ്തോത്രം. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോയി. ഒരു മീറ്റിംഗ് അല്ല കേട്ടോ, അങ്ങനെ ഒരു പോയപ്പം നാവ് ആവശ്യമില്ലാത്തടത്ത് പോകുന്നില്ല. കാല് അങ്ങോട്ട് പോകാൻ തുടങ്ങി, കാല് പിന്നെ ഇങ്ങോട്ട് പോകാം. അവിടെ തുറക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ശരി. അപ്പം ഞാൻ കർത്താവേ കൺട്രോളായി കേട്ടോ, സ്തോത്രം. ഇതാണ് വചനം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ. ഹല്ലേലൂയ. ഹൗ ടു ഡു ദാറ്റ്, ഹൗ ടു ഓവർകം ദ വേൾഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം എഴുതണമെങ്കിൽ ഹി ഹാസ് ഗോൺ ത്രൂ ദാറ്റ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നു. ഹാനോക്ക് ഹി വാക്ക് വിത്ത് ഗോഡ്. യഹോവയാം ദൈവത്തോട് കൂടി നടന്നു ഹാനോക്ക്. സോ ഇറ്റ് വാസ് പോസിബിൾ. പഴയ നിയമത്തിൽ പോസിബിൾ ആണെങ്കിൽ പുതിയ നിയമത്തിലും പോസിബിൾ ആണ്. ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നെ 1 മണിക്കൂർ കർത്താവ് ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവിനെ കുറിച്ച് പറയും, വെദർ യു ആർ അക്സെപ്റ്റിംഗ് ഓർ നോട്ട് അക്സെപ്റ്റിംഗ്. ബട്ട് ഞാൻ ഒരു കാര്യം പറയും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ യു ക്യാൻ റിസീവ് ഇറ്റ്, യു ക്യാൻ ഓവർകം ഇറ്റ്. നിങ്ങളുടെ ലാലത്തിലേക്ക് ആ ഹെവൻലി നിങ്ങളുടെ ആ മനസ്സ് തുറക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോ ഏരിയയിലും മനസ്സിലാക്കി തരും. വെദർ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ വിഷയമാണോ അതോ ലോകപരമായ വിഷയമാണോ, ഇതെന്നെ കർത്താവ് കൊണ്ടുവന്ന വിഷയമാണോ അതോ ഞാൻ കൊണ്ടുവന്ന വിഷയമാണോ. 2 കൊരിന്ത്യർ 7:10 പറയുന്നു, ലോകപ്രകാരമുള്ള കഷ്ടങ്ങൾ നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനിടയാകും. ഹല്ലേലൂയ. നിങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അകമേയുള്ളവൻ ശക്തി പ്രാപിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് മാറി പുതിയത് വന്നു. സോ ദ ന്യൂ ക്രിയേഷൻ ഹാസ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അവൻ്റെ ഇമേജിലേക്ക് എല്ലാവരും വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. സോ ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കാം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഫിലിപ്പിയ ലേഖനം 1:6 വാക്യം ഇനി മുതൽ നമ്മൾ വായിക്കുമ്പോൾ വയ്ക്കണം, ഹിസ് ഇമേജിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാതെ എൻ്റെ വീട് പണി തുടങ്ങിയതോ എൻ്റെ അമേരിക്കയിലെ വിസ പ്രോസസ്സ് ചെയ്തത് അത് ദൈവം കൊണ്ടുപോകാനാകും. ലോകത്തിലെ ഓരോ വിഷയത്തിന് വേണ്ടി റാണി സിസ്റ്റർ പറയുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ. പല ദേവദാസന്മാർ അങ്ങനെ പറയരുതെന്ന് വാർണിംഗ് കിട്ടിയിട്ടുണ്ട് എനിക്ക്, ദേവദാസന്മാരെ കുറിച്ച് പറയരുതെന്ന്. പ്രാർത്ഥിക്കുന്നവർ, ദൈവമക്കൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ, ഹല്ലേലൂയ, പലരും പറയും ഇത് പോരാട്ടമുണ്ട്, ഒരു വലിയ പോരാട്ടമുണ്ട്, അത് പിന്നെ പൂർവികന്മാരിൽ നിന്ന് വന്നതാണ്, പിന്നെ സിസ്റ്ററെ ഇങ്ങനെ ഞാൻ കാണുന്നു, അങ്ങനെ എനിക്ക് പലരും പറയും ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, അങ്ങനെയാണ്. ഞാൻ പറയും റെബ്യൂക്ക് ഇൻ ജീസസ് നെയിം. നിന്റെ ഫോക്കസിനെ ഡൈവേർട്ട് ചെയ്യാൻ ചുമ്മാ അൺവാണ്ടഡ് സ്വപ്നങ്ങളൊക്കെ വരും. എല്ലാം ഒന്നും നമുക്ക് ആവശ്യമുള്ള സ്വപ്നങ്ങളല്ല. ഹലോ, ജസ്റ്റ് റബ്യൂക്ക് ഇൻ ജീസസ് നെയിം. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതാണെങ്കിൽ അത് വീണ്ടും വരും. എന്തിനാണ് നമ്മൾ അതിനെ പാനിക്കായി മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ പറയുന്നത്? ബിക്കോസ് യു ആർ നോട്ട് ഇൻ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിനോട് ഒരു അനുരൂപമാകുവാൻ ശദ്രക് മേശക് അബേദ്നെഗോനെ പോലെ യു ആർ ഇൻ ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ഹിതത്തിൽ ദാനിയേൽ പറഞ്ഞതുപോലെ ബാബിലോണിലാണെങ്കിൽ പോലും യങ്സ്റ്ററായ ബാബിലോൺ ഇരുന്ന അടിമത്തത്തിലിരിക്കുന്ന ദാനിയേൽ പോലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിച്ചു ദൈവം. അവനെ ദൈവം ഉയർത്തിയോ? പ്രൈസ് ദി ലോർഡ്. ജോസഫ്
തൻ്റെ ജീവിതത്തിൽ ആമേൻ ഹി വാസ് സൈലന്റ് ബട്ട് ഹിസ് ഗ്രേസ് വാസ് വിത്ത് ഹിം. ദൈവത്തിൻ്റെ കരുണ, അവൻ്റെ ദയ ദൈവത്തിൻ്റെ ജോസഫിൻ്റെ മേലുണ്ടായിരുന്നു. എൻ്റെയും അത് തന്നെയാണ്. അതുകൊണ്ടാണ് റാണി സിസ്റ്റർ ആരെയും വിളിച്ച്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സഹോദരിമാരുണ്ട്, ഐ നെവർ ഷെയർ മൈ പ്രെയർ റിക്വസ്റ്റ് വിത്ത് ദം ബട്ട് ഐ ആം ഇൻ ക്രൈസ്റ്റ്. ദേ ഷെയർ വേർഡ് ഓഫ് ഗോഡ് വിത്ത് മീ, ദേ ഷെയർ സം മാറ്റേഴ്സ് വിത്ത് മീ. ഞങ്ങൾ ഒരുമിച്ച് അതിനെ എൻജോയ് ചെയ്യും. വി ബ്രിങ് ഇറ്റ് ഇൻ ദ റിയാലിറ്റി. Hallelujah, this happening. Yes sister, now one more step. Yes, you are growing. നമ്മൾ ഇങ്ങനെ അവരെ എൻകറേജ് ചെയ്യും. അവർ വചനം വായിക്കും. നമ്മൾ വചനം വായിക്കണം, ഡെയിലി വചനം വായിക്കണം. ഓക്കെ, നിങ്ങൾ ഇനി വർക്ക് ചെയ്യുന്നവരായിരിക്കാം, നിങ്ങളിനി സമയമില്ലാത്തവരായിരിക്കാം, നിങ്ങളിനി വാട്ട് എവർ ദ സിറ്റുവേഷൻ. ഞാൻ പോയിട്ടുള്ളതാണ്, ട്വിൻസ് പോലെ 2 ബോയ്സിനെ വെച്ചോണ്ട് മോനെ കൺസീവ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ക്രിസ്തുവിലാകുന്നത്. ഓക്കെ, സോ എൻ്റെ പ്രോസസ്സ് അറിയാം. നിങ്ങൾക്ക് ഇനി എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോയ ഭർത്താവ്, നോ പ്രോബ്ലം, ഐ ആം ഹിയർ, ഐ എം എ വിറ്റ്നസ്. അമ്മായിമ്മ പ്രോബ്ലം, നാട്ടുകാർ പ്രോബ്ലം, ഫുൾ എൻറ്റയർ ഫാമിലി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കാം. ഐ ആം വിറ്റ്നസ്. യു കനോട്ട് സേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ. കർത്താവ് ഒരുവനെ വളർത്താൻ ആഗ്രഹിച്ചാൽ, അൺടിൽ അൺലെസ് യു ആർ നോട്ട് ഗിവിങ് അപ്പ്, നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് നമ്മളെ വളർത്തും. അമേൻ. നമ്മൾ കർത്താവിനോട് പറയാണ്, കർത്താവേ അവസാനം വരെയും, ടിൽ ദ എൻഡ്. അമേൻ. മഞ്ജൂസ് കോട്ടയം, ഹല്ലേലൂയ, ടിൽ ദ എൻഡ്. ബിനിറ്റ സിസ്റ്റർ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അമേ അവസാനം വരെ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഹീ വിൽ, അമേ നിങ്ങളെ വളർത്തുവാൻ അവൻ സന്നദ്ധനാണ്. ഹിസ് പ്ലാൻ, ഹിസ് ലൈഫ്, അവൻ്റെ ഇഷ്ടം. അമേ അവൻ മരിച്ചു, അവൻ ജയിച്ചുവെങ്കിൽ നമ്മളും ജയിച്ചവരാണ്. അവൻ മരിച്ചു, അവൻ ജയിച്ചു, അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നെങ്കിൽ നമ്മളും അവിടെ പോകാനുള്ളവരാണ്. ആമേ. നാം സ്ലോലി തേജസ്കരണം പ്രാപിക്കും നിശ്ചയമേ. ഹല്ലേലൂയ. വേർഡ് ഓഫ് ഗോഡ് വായിക്കണം. വേർഡ് ഓഫ് ഗോഡ് വായിക്കുന്നത് മാത്രമല്ല, ടൈം ഒന്ന് നോക്കിയോട്ടെ. നിങ്ങളെ ഇപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ് സിറ്റുവേഷൻ, നോ പ്രോബ്ലം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ, വായിക്കുന്ന വചനത്തിൽ ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു വേർഡായിരിക്കാം. ആ വചനത്തെ ഒന്നുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് വായിക്കണം. ദൈവം എന്താണ് ഇതിലൂടെ വർത്തമാനം പറയാൻ, നീ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ. റാണി സിസ്റ്റർ ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കണം. ന്യൂ ഇയറിന് പറഞ്ഞതാണ്, റെസൊല്യൂഷനാണ്. അല്ലാതെ റെസൊല്യൂഷൻ അമേരിക്കയ്ക്ക് വേണ്ട വിസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അതൊന്നും അല്ല. റാണി സിസ്റ്റർ ഉണ്ട്, ബൈ 1 ബുക്ക് ആൻഡ് ബൈ 1 ബൈബിൾ. അമേൻ. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവെ എന്നെ രാത്രി 12 മണിക്കൊന്ന് എഴുന്നേൽപ്പിക്കണേ എന്ന് പറയണം. കുറേ വർഷങ്ങൾ പ്രാർത്ഥിക്കണം. അവസാനം സംഭവിക്കും അത്. ദൈവമേ നിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ, നിറവിലേക്ക് കൊണ്ടുവരണമേ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ വചനം എഴുതിയെടുക്കണം. വചനം എഴുതിയെടുത്തിട്ട് വീണ്ടും അത് പറയണം. സോ ഐ ആം ഗോയിങ് വൺ എക്സാമ്പിൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മളിപ്പോൾ വായിക്കാൻ പോകും. നിങ്ങൾ ജസ്റ്റ് എന്നെ നോക്കിയാൽ മതി, നിങ്ങളിപ്പോൾ ബൈബിൾ എടുക്കണ്ട. നിങ്ങൾ എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ വചനം മാത്രം എഴുതിക്കോളൂ, ബിക്കോസ് നമ്മൾക്ക് ഇൻട്രപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. ഹല്ലേലൂയ. സി, നമ്മളങ്ങ് വായിച്ചു, അത് വിട്ടു. ബട്ട് വെൻ യു നോ ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ ഫ്രം ദ പ്രിസൺ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ പ്രിസണിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇനി നിങ്ങൾ അടിമനിയുത്തിൽ പെട്ടുപോകരുത്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിന് 1-ലും പറഞ്ഞു, നിങ്ങളെ സ്വതന്ത്രരാക്കി നിങ്ങൾ ഇനി അടിമനുഖത്തിൽ പെട്ടുപോകരുത്. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബോൺ അഗെയിൻ ആകുന്നതിന് മുൻപ് പാപത്തിന് ദാസന്മാരായിരുന്നു നമ്മളെല്ലാം. നമുക്ക് ചെയ്യുന്നതെല്ലാം തെറ്റാണോ ശരിയാണോ, വി ഡോണ്ട് നോ എനിത്തിങ്. അതാണ് റാണി സിസ്റ്ററിനെ 14 വർഷമായിട്ട് അറിയുന്നവരൊക്കെ ക്രൂസിഫൈ ചെയ്യുന്നത്. അവളല്ലേ ഇവള്. അതെല്ലാവരോടും പറയും. റാണി സിസ്റ്ററെ മാത്രമല്ല, ഒരു ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാവരും കേൾക്കേണ്ടവരാണ്. പ്രോഫറ്റ് ആണെങ്കിലും ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പാസ്റ്റർ ആണെങ്കിലും അപ്പോസ്റ്റലാണെങ്കിലും കേൾക്കേണ്ട ഒരു കാര്യമാണ്. ലവനല്ലേ ഇവനല്ലേ ലവൻ. ഇത് കേൾക്കും നമ്മൾ. ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്, ബിക്കോസ് നമ്മുടെ ഉള്ളത്തിൽ വേർഡ് ഓഫ് ഗോഡ്, ജീസസ് ഈസ് റിയൽ ഇൻ മീ, ഞാൻ ഒരിക്കലും ഷേക്ക് ആവില്ല, ബിക്കോസ് ദേ ഡോണ്ട് നോ ദ ട്രൂത്ത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ആർക്ക് ദാസന്മാരാണ്? പാപത്തിന് ദാസന്മാരാണ്. ദാസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കോസ് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഈ മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, ദാസൻ എന്ന് പറഞ്ഞാൽ അടിമയിലിരിക്കുന്നവൻ, അവൻ യജമാനൻ പറയുന്നതെല്ലാം കേൾക്കേണ്ടവൻ.
സോ നമ്മൾ അവൻ്റെ ദാസ്യത്വത്തിലായിരുന്നപ്പോൾ ഈ ഡാർക്ക്നെസ് പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തു. അത് നമ്മുടെ എന്തും ആകട്ടെ, ഓപ്പൺലി പറയാണ്, നമ്മുടെ ശരീരം യഹോവയുടെ മന്ദിരമാണെങ്കിൽ നമ്മളെ അവൻ സ്വയംഭോഗം എന്ന രോഗത്തിലൂടെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത റിലേഷൻഷിപ്പിലൂടെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പം ഉത്തമഗീതം വായിക്കുമ്പം നമുക്ക് പലരും ഉത്തമഗീതം വായിച്ച് പാപം ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദ റിയൽ ക്രൈസ്റ്റ് നിന്നിൽ ഉരുവാകുമ്പോൾ, പിന്നീട് നീ ഉത്തമഗീതം വായിക്കുമ്പോൾ ദ ജോയ് നിന്നിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ദ റിയൽ ക്രൈസ്റ്റ് ആരാണെന്ന് ദ ഫുൾനെസ് നിന്നിലൂടെ അകത്തേക്ക് വരും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. സോ എന്നിട്ട് പറയാണ്, നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്ലാനിനെ കുറിച്ചും വി വെർ നോട്ട് നോൺ അബൌട്ട് ഇറ്റ്. നമുക്കൊന്നും അറിയത്തില്ല. ഇത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്, നമുക്കൊന്നും അറിയത്തില്ല. സോ നമ്മൾ എന്തായിരുന്നു? ഡാർക്ക്നെസ്സിലായിരുന്നു. വി ഡോണ്ട് നോ. ഇവിടുത്തെ നീതിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മളിവിടെ ദാസന്മാരായിട്ടിരിക്കുകയാണ് ഡാർക്ക്നെസ്സിന്. ഈ ഡാർക്ക്നെസ്, കറുപ്പിന് നമ്മൾ ദാസന്മാരിരിക്കുകയാണ്. സോ വൈറ്റ് നൗ ഇവിടെ നമ്മൾ വരുമ്പോൾ അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാലേ പറ്റത്തുള്ളൂ. ബിക്കോസ് 1 വേഴ്സ് ഞാൻ എഴുതിയിട്ടുള്ളൂ. റോമൻസ് ചാപ്റ്റർ 6 വേഴ്സ് 16 ഒന്ന് വായിക്കാമോ? Do you not know that to whom you present yourselves slaves to obey, you are that one slave whom you obey, whether of sin to death or of obedience to righteousness? Amen. Thank you, മോളെ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. 16th വേഴ്സ് ഞാൻ മലയാളത്തിൽ വായിക്കാമേ. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്തല്ലോ. നമുക്കറിയത്തില്ല. വി ഡോണ്ട് നോ എനിത്തിങ്. സോ ഞാൻ ഇതിലൂടെ ഒത്തിരി മെസ്സേജസ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡോണ്ട് അബ്യൂസ് ദം, ഡോണ്ട് അക്യൂസ് ദം. അവരെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ വഷളാക്കി കളയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഗ്രോത്ത് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓടുന്ന ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്, ഓട്ടക്കളത്തിൽ ഓടണം. ബിരുദ പ്രാപിച്ചുവെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചോ മോനെ കുറിച്ചോ അമ്മായിപ്പൻ എനിക്ക് വരുന്ന മെസ്സേജസ് ആണ്, ഈ അമ്മായിയമ്മ ഒന്ന് രക്ഷിക്കപ്പെട്ടവൻ. ഞാൻ പറയും, നിങ്ങൾ ആദ്യം മുമ്പോട്ട് ഓട്. കർത്താവ് അവരെ കൊണ്ടുവരേണ്ടത്. ബിക്കോസ് സഭയിലേക്ക് ആളിനെ കൊണ്ടുവരുന്നത് കർത്താവാണ്. അവൻ ആകർഷിക്കാതെ ആർക്കും വരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വളരാനായിട്ട് ഒരു പെനിനായി വെച്ചിരിക്കുക എന്ന് മാത്രമേ ചിന്തിക്കുക. ഇനി പെനിനെയാന്ന് പറഞ്ഞ് കുത്താനൊന്നും പോകണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഫോക്കസ് ക്രിസ്തുവിലേക്ക് ആക്കുക. നിങ്ങൾക്ക് എത്രമാത്രം വേദന വരുന്നോ അത്രമാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, 3 ടിപ്സ് പറഞ്ഞു കൊടുക്കും. മേ ബി 1 പാട്ടിൻ്റെ ഒരു ലൈൻ ആയിരിക്കും അന്നേരം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഹല്ലേലൂയ. പല സമയത്തും ഞാൻ പാടുന്നതാണ്, ഹന്ന കരഞ്ഞതു കേട്ടു ശമൂവേൽ എല്ലാം എല്ലാം സാധ്യം. ഈ ഒരു വരി പാടുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ സ്പിരിറ്റ് ആക്ടിവേറ്റ് ആവും. റാണി, എവറിത്തിങ് ഇസ് പോസിബിൾ. Just wait upon God. Those who wait upon God shall renew their strength and they will fly like eagle. There is a waiting upon period. അതൊക്കെ ഭയങ്കര ടോപ്പിക്കാണ്. അപ്കമിങ് ഡേയ്സിൽ ബിന്ദു സിസ്റ്റർ വിളിച്ചാൽ നമുക്ക് കേൾക്കാം. ഓക്കെ, ഇവിടെ പറയാണ് ചെയ്യുന്നല്ലോ, ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണേ, ഇവിടുത്തെ ദാസന്മാർക്ക് മരണത്തിലേക്ക് പോകാം, പാതാളം, പിന്നെ നരകം. ഇവിടെയുള്ളവർക്കോ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ തന്നെ. അപ്പോൾ ഇവിടെ വരുമ്പം നീതിയുടെ ഫലം നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു അനുസരണമുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മൾ വ്യക്തമായി പറയുന്നു, ഹിബ്രൂസ് ചാപ്റ്റർ 12:9 and 10 പറയുന്നു, നമ്മുടെ ലോകത്തിലുള്ള പിതാക്കന്മാർ അവരുടെ ഇഷ്ടപ്രകാരം നമ്മളെ ശിക്ഷിച്ചു, ബോധിച്ചതുപോലെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ അപ്രകാരം അത്രേ അവർ നമ്മളെ ശിക്ഷിച്ചത്. എന്നിട്ട് എഴുതിയിരിക്കുന്നു 10-ാം വാക്യം 12-ന്റെ, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ആ അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. സമയമില്ല, നമുക്ക് വേഗത്തിൽ പോവുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് റോമാലേഖനം 6 നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു തരണം. വി ഹാവ് ഓൺലി 10 minutes. ഓക്കെ, ഇവിടെ പറയാണ് നിങ്ങൾ ഈ 18-ാം വാക്യം മുതൽ വായിക്കണം. ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ
ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളാക്കി സമർപ്പിക്കുവിൻ. ഓക്കെ, ദ മെയിൻ കണ്ടന്റ് ഞാൻ പറയാൻ പോകുന്നത് 22-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. ദിസ് ഇസ് എ പ്രോസസ്, ട്രാൻസ്ഫോർമേഷൻ. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇങ്ങേരെന്താ ഇത്രയും നാളായിട്ട് ഇവരൊക്കെ സഭ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണം. ആമേൻ. നമ്മൾ പേര് പറയണ്ട, കുറേ പേരുടെ കംപ്ലൈൻറ്റ് നമുക്ക് പറയാനില്ലേ? ഇതിനകത്തൊരു 10 പേരെ വിളിച്ച് പേഴ്സണലി ചോദിച്ചാൽ ദൈവസഭ നടത്തുന്നവരെ കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം എന്നറിയാമോ? പ്രോസസ്സിലൂടെ കടന്നു പോകാൻ ആഗ്രഹിച്ചില്ല. അഭിഷേകം പ്രാപിച്ചു, പെട്ടെന്നൊരു സഭ തുടങ്ങി അങ്ങ് പോവുകയാണ്. ഹല്ലേലൂയ. ദ പ്രോസസ്, ദ ക്ലെൻസിങ്. ഒരാണും ഒരു പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോഴേ ഹല്ലേലൂയ ഒരു ഫീലിംഗ് വരാൻ പാടില്ല. ഹല്ലേലൂയ. 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നും വന്നു, ഞാൻ പറയുന്നില്ല, സ്തോത്രം, ഫോൺ കോൾ, ഈ മീറ്റിങ്ങിന് വേണ്ടി വിളിക്കുന്നവരാ, സിസ്റ്ററേ അവിടെയല്ലേ ബുർജ് ഖലീഫ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമേ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലിട്ടേക്ക് ഞാൻ അത് റിപ്ലൈ ചെയ്യാം. എല്ലാവരോടും ഇതേ പറയാറുള്ളൂ. പിന്നെ ഫോണേ എടുക്കാറില്ല, സ്തോത്രം. ജസ്റ്റ് വിസ്റ്റം. അല്ലാതെ അറിയാം, അതെ 2010 അതുണ്ടാക്കിയത്. യെസ്. അപ്പോഴത്തേക്ക് പാമ്പ് പിന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് 10 പേരെ അറിയിക്കും. സിസ്റ്റർ റാണിയുടെ വോയിസാണ് എന്നോട് സംസാരിച്ചത്, എവളാ അവിടെ ഇരുന്ന് മെസ്സേജ് പറയുന്നത്. വാ സ്തോത്രം. ഓക്കെ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചുവെങ്കിൽ, ഞാനിവിടെ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജാണ്. നമ്മൾ ആ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് വേൾഡ്. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ ഇവിടുത്തെ കിങ്ഡത്തെക്കുറിച്ചുള്ള ഒരു കാര്യം നമുക്കറിയത്തില്ല. ഓക്കെ, സോ നമ്മൾ ബോൺ അഗെയിനായി ഇവിടെ വന്നപ്പോഴേ അതുപോലെ നമുക്കും ആയിക്കൂടെ? ഗോഡ് സെറ്റ് യു ഫ്രീ ഫ്രം ദ പ്രിസൺ. ഇവിടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വെളിച്ചത്തിരിക്കും. പിന്നെ ഇവിടുത്തെ എന്തിനാ നമ്മൾ നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷേ നമുക്കറിയാം. ഒരു ബാഡ് വേർഡ്സ് യൂട്യൂബിൽ കമൻറ്റിലിടുമ്പോൾ എനിക്കറിയാം, ബിക്കോസ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതായിട്ടുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ, എനിക്കിപ്പോൾ അതിൻ്റെ വാല്യൂ ഇല്ല. മീൻസ് ഐ ജസ്റ്റ് സേ അൺനോയിങ്ങിലി ഒരു വേർഡ് അവർ പറയുന്നതാണെന്ന്. മാനിപ്പുലേറ്റഡ് വേർഡ്സാണ്. ആരല്ലേ നമ്മുടെ മലയാളത്തിലൊരു ഒരു വാക്യം ഇടുമ്പോൾ സോ ഞാൻ പറയും, വെൻ ഐ ആം ഇൻ വൈറ്റ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഇതിൻ്റെ ഈ ലോകത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഇതാണ് പ്രോസസ്സ്. ദാറ്റ് ഈസ് ഫുൾനെസ് ഓഫ് ഇമേജിലേക്ക് കൊണ്ടുവരിക. ക്രിസ്തുവിൻ്റെ തലയോളം നമ്മളെ വളർത്തുക. ഈ രാജ്യത്തിലിരുന്നുകൊണ്ട് ഈ രാജ്യത്തിലിരുന്ന നമ്മളെ ഇതിനെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒറ്റ ദിവസം എളുപ്പമാണ്. ഇവിടെ ഇരിക്കുന്നതിനെ വെളുപ്പത്തിലേക്ക് നീതിയിലേക്ക് കൊണ്ടുവരാൻ ഒറ്റ ദിവസം മതി, ഒറ്റ മിനിറ്റ് മതി. വെൻ യു കൺഫസ് ആൻഡ് യു സേ ഗാഡ്, ജീസസ് ഇസ് ദ ഗാഡ് ആൻഡ് ഹി റിസറക്റ്റഡ്, ഹി ഡൈഡ് ഫോർ മീ എന്ന് പറഞ്ഞ് നീതീകരണവും രക്ഷയും ഒറ്റ മിനിറ്റ് കൊണ്ട് പ്രാപിക്കാം. ദെൻ യുവർ സാൽവേഷൻ ഹാപ്പൻ, യുവർ റൈറ്റസ്നെസ്, യു ബിക്കം റൈറ്റസ്നെസ്. ബട്ട് എങ്ങനെ ഇതിനെ ഒന്ന് എടുത്ത് മാറ്റും? ബിക്കോസ് നമ്മൾ ഇവിടെയല്ലേ കടന്നത്, ഇവിടെയല്ലേ വളർന്നത്. വാട്ട് എവർ ദ ഏജ്, ഇനി 50 വയസ്സിൽ പറഞ്ഞാലും ദൈവത്തിന് നമ്മുടെ രൂപാന്തരം ആവശ്യമാണ്. ഡെയിലി പ്രോസസ്സിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ദ റീസൺ ഗാഡ് ഈസ് ഗിവിംഗ് യു ദ പെയിൻ, ദ സിക്നെസ്, സംതിങ്, വാട്ട് എവർ ദ പെയിൻ യു ആർ ഗോയിങ് ത്രൂ. ഡോണ്ട് കോൾ എനി പാസ്റ്റർ, പ്രാർത്ഥിക്കെന്ന് പറയല്ല. സ്റ്റോപ്പ് ദാറ്റ്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വചനമെടുക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, ഇത് മാറിയില്ലെങ്കിലും ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരികയാണ് കർത്താവേ. നീ അറിയാതെ എൻ്റെ മുടി പോലും കൊഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം അറിയുന്നു, നീ എന്നെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോയി എന്നെ തേജസ്കരിപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ. പാപത്തിൻ്റെ അടിമകളായിരുന്നാൽ ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ റിസ്ട്രക്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നില്ല അങ്ങനെ. ഞാൻ പറയുന്നത് ഹല്ലേലൂയ, ഇപ്പോൾ ക്രിസ്തു യേശുവിലാണോ നീ? ഇപ്പോൾ പിടിച്ച മീനുണ്ടോ? അല്ലാതെ ബോൺ അഗെയിൻ ആയെന്ന് പറഞ്ഞിട്ട് യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. ആർ യു എ റിയൽ ക്രിസ്ത്യൻ? ഇഫ് യു ആർ എ റിയൽ ക്രിസ്ത്യൻ, നിങ്ങൾ പ്രോസസ്സിലൂടെ പോകാൻ വില്ലിങ് ആകും. നിങ്ങൾ ദൈവം വെക്കുന്ന ഓരോ പാതയിലൂടെ നിങ്ങൾ വെക്കുവാൻ ടേണൽ ദെർ ഇസ് എ പ്രോസസ്. നമ്മൾക്കൊരു പാട്ടിൻ്റെ 2 വരികൾ പാടാം. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ.
മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. ആമേൻ ആമേൻ. ശദ്രക് മേശക് അബേദ്നെഗോ വിശ്വാസത്തിന്റെ മേൽ നിന്നപ്പോൾ തീയിലോട്ട് അവരെ ഇട്ടു. തീയിലോട്ടിട്ടപ്പോഴും അവര് പറഞ്ഞില്ല ആമ ഈ ദൈവം ദൈവമല്ല എന്ന്. They said, "This Yehovah is the God. He is the God. He is Yehovah Nissi, Yehovah Rapha, Elohim Shammah." അവർ അറിഞ്ഞതുകൊണ്ട് അവർ പിടിച്ചിരുന്നു. ബിക്കോസ് അവർക്കറിയാമായിരുന്നു He is the ultimate God എന്ന്. അപ്പോഴവരെ തീൻ്റെ 7 മടങ്ങ് കൂട്ടിയപ്പോഴേ അപ്പോഴാണ് അവരുടെ അകത്തിരുന്ന യഹോവയെ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചത്. രമനസ്യാന്തര. ഇത് മനസ്സിലായവർക്ക് സ്തോത്രം ചെയ്യുന്നു. വെൻ യു ആർ ഗോയിങ് ത്രൂ ദ പ്രോസസ്, അൾട്ടിമേറ്റ്ലി ഹിസ് ഇമേജ് ഈസ് കമ്മിങ് ഔട്ട് ത്രൂ യു. ഹല്ലേലൂയ. ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ആമേൻ. ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ്. ആമേൻ. നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ്റെ ഇമേജിലേക്ക് നമ്മളെ കൊണ്ടുവരാം. അല്ലാതെ അമേരിക്കയ്ക്ക് പോകുന്ന വിസയ്ക്ക് വേണ്ടി ബല 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 ശാന്തരെ പറയാനല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വൈ ഗോഡ് ഹാസ് ഗിവൻ യു ദ സ്പിരിറ്റ്? Amen. To overcome the world. Those born again in Christ shall renew their strength. Amen. They will wait upon God. They will not wait upon any pastor. പാസ്റ്ററിന്റെ ജോലി നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. ഗ്രോയിങ് ഈസ് യുവർ ഡ്യൂട്ടി. ഹല്ലേലൂയ. Then don't turn back. നിങ്ങൾ ഉപ്പുതൂണായി പോകും. ആമേൻ. ഉപ്പുതൂണായവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത്രയും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആർ യു റിയൽ ക്രൈസ്റ്റ്? അതോ 6 ദിവസം കഴിഞ്ഞിട്ട് സൺഡേ രാവിലെ പോയി ഇന്ന് ഭയങ്കരമായിട്ട് ആർത്തു? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം ഏറ്റവും കൂടുതൽ സൗണ്ട് വെക്കുന്ന ചർച്ചിൽ വെക്കുന്ന ആയിരിക്കും വിശ്വാസമെന്ന് ഞാൻ വിചാരിച്ചു. ഏറ്റവും കൂടുതൽ ഫിസിക്കലായിട്ടുള്ള ആക്ഷൻസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വിശ്വാസി എന്ന് പേര് വരുന്നത്. കർത്താവിന് അതൊന്നുമല്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്നൊരു കണ്ണുനീര് വരണം. ആരാധിക്കുമ്പോൾ ആമേൻ ദ പ്രസൻസ് യു ഷുഡ് ഫീൽ. ആ ഒരു ശുദ്ധീകരണം നിൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ആമേൻ. ഗോഡ് റിയൽ ആവണം ആരാധനയിലും. ഹോ റബാലാബ ശാന്തരേ. അല്ലാതെ ആക്ഷൻ കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ആക്ഷൻ വരും. വെൻ ദ റിയൽ കം ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ ആക്ഷൻസ് വിൽ കം. ആമേൻ. മാനിഫെസ്റ്റേഷൻ വിൽ കം. യു മേ ഫോൾ ഡൗൺ. ആമേൻ. യു വിൽ scream. Whatever it is, that all through the Holy Spirit, everything is okay. But there also you will have control by Holy Spirit. Amen. You will have wisdom. Amen. സഹോദരിമാരെ, ഒരു സഹോദരി എഴുന്നേറ്റാൽ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ പറ്റും. ഒരു സഹോദരി എഴുന്നേറ്റാൽ ഒരു സഹോദരിയുടെ ഡൈവോഴ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഒരു സഹോദരി എഴുന്നേറ്റാൽ ഒരു അബോർഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആർ യു റെഡി? ആർ യു റിയൽ ക്രിസ്ത്യൻ? Arise and shine, the light has come upon you. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ്. ആമേൻ. ശോഭയാൻറ്റി ആൻറ്റി ലോകത്തിന് വെളിച്ചമാണ്. ഹല്ലേലൂയ. ആമേൻ. ദീപ ബിജു നീ ലോകത്തിന് വെളിച്ചമാണ്. ഹല്ലേലൂയ. The God's purpose is very good. ആമേൻ. നമ്മളതിനെ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ലിൻസി സിസ്റ്റർ, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. But his purpose is inside you. ആമേൻ. ആമേൻ. സൂസൻ സിസ്റ്റർ, God has a great plan about everyone. Julie sister, God has a great plan about everyone. Chinnu, Ame Shiba, Ame Maya, Ame Susi sister, Ame Samsung, Joby, Ame Chitra, Tiju brother, Unni, Ame Mahi. You have a great journey with Christ. Never give up. His plan is always good. He is making you in his image. ഇനി ചെത്തുമ്പോൾ പറയരുത്. ഇനി നമ്മൾ പറയരുത് വീടിന് വേണ്ടിയിട്ടാണ് പൂർത്തിയാക്കും ക്രിസ്തു. ക്രിസ്തുവേശുവിൽ തുടങ്ങിയത് ക്രിസ്തുവേശു പൂർത്തിയാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറയരുത് ലോകത്തിലുള്ളതിനെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ നാവിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോണം. ഹി ഈസ് നിയർ യു. റെസിസ്റ്റ് ഹിം. ഹി വിൽ ഫ്ലീ ഫ്രം യു. ആമേൻ. സോ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ഐ ലവ് എവ്രിവൺ. ഗോഡ് ബ്ലെസ് യു. സീ യു നെക്സ്റ്റ് ടൈം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബിന്ദു സിസ്റ്റർ. ലവ് യു. ആസ് ഐ ടോൾഡ് യു, നമുക്കിപ്പോൾ വേറൊരു മീറ്റിംഗ് ഉണ്ട്. ആമേൻ.